ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ബ്ലഡ് ഹൗണ്ടിൻ്റെ 13ാമത്തെ എപ്പിസോഡ് ഇട്ടിക്കണേ. എല്ലാവരും വാച്ച് ചെയ്യുക. കാരണം ലോങ് വീഡിയോ കുറച്ച് ലേറ്റ് ആവും. ഈ വീക്ക് ലാസ്റ്റോട് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ നന്നായി ശ്രമിക്കാം. എല്ലാവരും ഇത് വാച്ച് ചെയ്യും. അണ്ടർ സിറ്റിയുടെ അകത്ത് സ്ലേവ് ഓഡീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഓഡീഷനെ പറ്റി ബാസ്കർവില്ല ഫാമിലിയിൽ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് കൊണ്ടിരുന്ന ഒട്ടുമിക്ക സ്ലേവ്സും കിഡ്നാപ്പ് ചെയ്ത ബാർബേറിയൻസും കോമണേഴ്സുമാണ്. എന്നാൽ സ്ലേവ്സ് വാങ്ങാൻ വന്ന എല്ലാവരും നോബിൾസിലും അതുപോലെ റിച്ച് ഫാമിലിയിലും പെട്ട ആൾക്കാരാണ്. ഈ സ്ലേവ് ഓഡീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ക്ലാൻസിലെ ഹെഡുകളാണ്. ഇവനാണ് അവിടുത്തെ സെക്യൂരിറ്റി. ഇവൻ അവരുടെ ID കാർഡ് ചെക്ക് ചെയ്ത് അവരെ അകത്തോട്ട് പ്രവേശിപ്പിക്കുന്നു. ആ സമയത്താണ് ചുവാവോ അവന്റെ അടുത്തോട്ട് വരുന്നത്. എന്നിട്ട് ചുവാവോ അവന്റെ ID കാർഡ് കൊടുക്കുന്നു. ഗാർഡ് പറയുന്നു, നീ ബെൻ ക്ലാനിൽ നിന്നാണില്ലേ? വേറൊന്നും കൊണ്ടല്ല, ഇതിലെ ഐഡന്റിറ്റി കാർഡിലെ സിഗ്നേച്ചർ കണ്ട് ഞാൻ ചോദിച്ചതാ. അപ്പോൾ നീ ഇങ്ങോട്ട് സ്ലേവിനെ സെൽ ചെയ്യാനാണല്ലോ വന്നത് എന്ന് അദ്ദേഹം ചുവാവോനോട് ചോദിക്കുന്നു. ചുവാവോ പറയുന്നു, അതെ, ഞാൻ ഇങ്ങോട്ട് സ്ലേവിനെ സെൽ ചെയ്യാൻ തന്നെ വന്നിരിക്കുന്നത്. ഗാർഡ് ചുവാവിനോട് പറയുന്നു, ഞാൻ ഇത് എന്തുകൊണ്ടാണ് ചോദിച്ചതെന്ന് വെച്ചാൽ ബെൻ ക്ലാൻ ലാർജ് എമൗണ്ടിലാണ് സ്ലേവ്സിനെ പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. ഇനി താങ്കൾ അതിൽ നിന്ന് വല്ലതും റിട്ടേൺ അയക്കാൻ വന്നതാണോ എന്നായിരുന്നു എനിക്കുള്ള സംശയം. ചുവാവോ പറയുന്നു, അല്ല, ഞാൻ അതിനു വേണ്ടിയല്ല വന്നിരിക്കുന്നത്. ഞാൻ ലാസ്റ്റ് പർച്ചേസ് ചെയ്ത സ്ലേവിൽ ഞാൻ സാറ്റിസ്ഫൈഡ് തന്നെയാണ്. ഗാർഡ് അപ്പോഴാണ് സെല്ലിനകത്ത് നടക്കുന്ന സ്ലേവിനെ ശ്രദ്ധിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ബ്ലാക്ക് എയർ റെഡ് ഐ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും അടിപൊളി റയറായ ഒരു സ്ലേവാണിത് സാർ. ഇപ്പത്തോട് ഞാൻ ഇതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാം. ഇതിനെ ഒരു നല്ല പ്രൈസിൽ തന്നെ സാറിന് ഞാൻ ഇതിനെ വിറ്റുതരാം. സാർ പോയി ഓഡിഷൻ എൻജോയ് ചെയ്യാൻ ശ്രമിക്കൂ. ചുവ പറയുന്നു, എന്നാൽ ഞാൻ ഇതിനെ നിന്റെ കയ്യിലേക്ക് തരാം. ഓഡിഷൻ ആരംഭിക്കുന്നു. അവിടെ ചുറ്റും കൂടിയിരുന്നിരുന്ന നോബൽസും പ്രമുഖരായ വ്യക്തികളും എക്സൈറ്റഡ് ആയിരുന്നു. അവിടെയുള്ള ഗാർഡ് പറയുന്നു, ആദ്യത്തെ ഐറ്റം മോർസിയൽ ഒരു എയർ ആങ്കർ മോൺസ്റ്റർ ആണ്. അതിന് 19 ഹാർട്ട്സ് ഉണ്ട്. അതിന്റെ മീറ്റ്സ്, ബോൺസ്, ലെതർ എന്നിങ്ങനെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരിക്കലും വേസ്റ്റ് ആവത്തില്ല. ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ടപ്പ് 100 മില്യൺ ഗോൾഡ്. പക്ഷേ അത് പർച്ചേസ് ചെയ്യപ്പെട്ടത് 200 മില്യൺ ആണ്. അതിനുശേഷം ഒരു സ്ലേവിനെ അങ്ങോട്ട് കൊണ്ടുവരുന്നു. അതും സെല്ലാകപ്പെടുന്നു. അതിനുശേഷം മറ്റൊരു സ്ലേവിനെ അങ്ങോട്ട് കൊണ്ടുവരുന്നു. പക്ഷേ അത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തപ്പെട്ട ഒരു സ്ലേവ് ആയിരുന്നു. അതൊരു ബാർബേറിയൻ ആണ്. ഓഡീഷൻ നടത്തുന്ന ഗാർഡിന്റെ അടുത്ത് ഒരു അസിസ്റ്റന്റ് വന്ന് പറയുന്നു, ഇതൊരു ബാർബേറിയൻ ആണ്, ഇതിനെ എങ്ങനെയെങ്കിലും പർച്ചേസ് ചെയ്യിപ്പിക്കണം ആരെങ്കിലും കൊണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. അദ്ദേഹം പറയുന്നു, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ സ്ലേവ് ഉണ്ട്. ഇതൊരു റയർ സ്ലേവ് ആണ്. ഇത് സ്ലേവ് ബിസിനസ് മാനാണ് ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനെ അദ്ദേഹം ജംഗിളിന്റെ ഉള്ളിലേക്ക് ചെന്ന് അവിടുന്ന് കൊണ്ടുവന്നതാണ്. ഇത് റെഡ് മൗണ്ടൻ ബാർബേറിയൻ ആണ്. എനിക്കറിയാം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പേടിയുണ്ടാകുമെന്ന്. ഇതൊരു വൈൽഡ് ആയതുകൊണ്ട് തന്നെ. പക്ഷേ ഇതിനെ വേട്ടക്കുണ്ടായാൽ അത് നമുക്ക് വലിയ ഉപകാരമായി തീരും. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൈസ് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. പക്ഷേ അവിടെയുള്ള ആരും ശബ്ദിക്കാൻ വായ തുറന്നില്ല. കാരണം അവരുടെ മുന്നിലിരിക്കുന്നത് ഒരു ബാർബേറിയനാണ്. അതുകൊണ്ട് തന്നെ അവൻ സ്റ്റാർട്ടപ്പായി 5 മില്യൺ എന്ന് പറഞ്ഞു. എന്നാലും അവിടെയുള്ളവർക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവിടെയുള്ളവർക്ക് എല്ലാവർക്കും ബാർബേറിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഭയമാണ്. കാരണം ബാർബേറിയൻസിനെ തൊട്ട് ആരും ഇതുവരെ ജീവനോടെ ഇല്ല. ബാർബേറിയൻസ് എന്ന് പറഞ്ഞാൽ വയലന്റുമായി ജീവിക്കുന്നവരാണ്. അവർ വയലൻസ് എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കി വരുന്നവരാണ്. ഗാർഡിനൊരു കാര്യം മനസ്സിലായി, ഇവളിഞ്ഞി ഇവിടെ നിന്നാൽ ഈ പരിപാടി തന്നെ ചിലപ്പോൾ ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ടെന്ന്. പെട്ടെന്നായിരുന്നു ആ ബാർബേറിയൻ ഗേൾ വയലന്റ് ആയത്. ഇത് കണ്ടതും ആ ബാർബേറിയൻ ഗേളിനെ പിടിച്ചു വെച്ചവൻ അവളെ അടിച്ച് ബോധം കെടുത്തി അവളെ കൊണ്ടുപോയി തിരിച്ച് സെല്ലിലേക്ക് തന്നെ ഇട്ടു. ഗാർഡ് പറഞ്ഞു, എല്ലാവർക്കും ഇതുപോലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതുകൊണ്ട് ഇത്തവണ നിങ്ങളൊന്ന് ശ്രമിക്കണം. പക്ഷേ അടുത്തത് നമ്മൾ വരാൻ പോകുന്നത് ദ വൺ ആൻഡ് ഓൺലി ലെജൻഡ് സ്ലേവ്. ഈ പ്രാവശ്യം നമ്മൾ നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഹൈ പ്രൈസ്ഡ് സാധനം, ഒരു ബ്ലാക്ക് ഹെയർ ആൻഡ് റെഡ് ആയുള്ള ലെജൻഡറി പ്രൊഡക്റ്റാണിത്. ഇതിനെ ആരാണ് പർച്ചേസ് ചെയ്യാൻ നമുക്ക് കണ്ടറിയാം. അവൻ സ്റ്റാർട്ടപ്പ് പ്രൈസ് പറയുന്നതിന് മുന്നേ തന്നെ അവിടെയുള്ള ഒരു ലേഡി 700 മില്യൺ ഗോൾഡ് തരാം എന്ന് പറഞ്ഞു. ഇത് കണ്ടവൻ അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് 100 മില്യൺ ഞാൻ തരാം എന്ന് മറ്റൊരുത്തൻ പറയുന്നത്. ആ സ്ത്രീ അപ്പോൾ അവനോട് ചൂടായി, നിനക്കെന്തിനാണ് ഒരു മെയിലിനെ എന്ന് ആ സ്ത്രീ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അത് നീ അറിയേണ്ട ആവശ്യമില്ലടി സ്ത്രീയെ. അപ്പോൾ സ്ത്രീ അടുത്ത ചോദിച്ചു, നീ എന്തിനൊരു മെയിലായിട്ട് ഒരു ബോയിനെ തന്നെ ചൂസ് ചെയ്യുന്നു? നിനക്കവിടെ വേറെ എല്ലാത്തിനും ചൂസ് ചെയ്ത് പോയാൽ പോരെ? അതിന് നിനക്കെന്താ? ഞാൻ അവനെ എൻ്റെ ഗാർഡിയനായി ഉപയോഗിച്ചുകൊണ്ട് അതിന് നീ ഉണ്ടാക്കാൻ വരണ്ട. 9900 മില്യൺ ഗോൾഡ് കോയിൻ. ഇത് കേട്ടതും അവിടെയുള്ള എല്ലാത്തിനെയും തൊള്ളങ്ങ് അടഞ്ഞുപോയി. കാരണം അമ്മാരി പ്രൈസ് അവിടെ ആരെത്തുമില്ല.